അന്ന് പക്ഷേ വെടിക്കെട്ട് നടത്തിയത് ജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയായിരുന്നു. അതായത് ഇങ്ങനെ തൃശ്ശൂർ പൂരം തുടങ്ങി എന്നുള്ള കാര്യം ജനങ്ങളെ അറിയിക്കാൻ വേണ്ടി. അത് അമ്പലത്തിലെ വെടിക്കെട്ടും സൈറൻ വെക്കുന്ന പോലെ ഒരു പരിപാടിയായിരുന്നു. പറഞ്ഞ പ്രകാരം തന്നെ സൈറൻ വെക്കുന്ന പോലെ ഒരു പരിപാടിയായിരുന്നു വെടിക്കെട്ട്. വെടിക്കെട്ടിന്റെ ശബ്ദം കേട്ടിട്ടാണ് ജനങ്ങൾ വരിക. ആ ജനങ്ങൾക്ക് അപ്പോൾ ഇവിടെ പൂരം തുടങ്ങി എന്നുള്ള സംഗതി അറിയാനുള്ള ഒരു അവസ്ഥയ്ക്ക് വേണ്ടിയാണ് വെടിക്കെട്ട് തുടങ്ങിയത്. പക്ഷേ ഈ അവസ്ഥ മാറിയത് 1970 ശേഷമാണ്. 1970 1980-കളിലുമാണ് പാറമേക്കാവും തിരുവമ്പാടും തമ്മിലുള്ള മത്സരം എന്നുള്ള രൂപേണ യഥാർത്ഥത്തിൽ ഈ ഒരു തൃശ്ശൂർ പൂരം മാറുന്നത്. മത്സരം വന്നതോടുകൂടിയാണ് ഇതിൽ യഥാർത്ഥത്തിൽ ആ കോമ്പറ്റീഷൻ യഥാർത്ഥത്തിൽ വരുന്നത് ഇതിന് ശേഷം 1970-ക്ക് ശേഷമാണ്. അതിലുണ്ടായൊരു ബുദ്ധിമുട്ട് എന്താന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് നിയമങ്ങളുണ്ട്. എക്സ്പ്ലോസീവ്സ് ആക്ട് 1884 ഉണ്ട്. എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസ് ആക്ട് 1909 വന്നു. ഇത് രണ്ടിനെയും പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ അത് മാനുഫാക്ചർ തടയുകയും രണ്ടാമത് കൂടുതൽ ശിക്ഷയാക്കുകയും ചെയ്തു. ഒരെണ്ണം സെഷൻസ് ഒഫൻസ് ആണ്. സെഷൻ 12 വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന ജീവപര്യന്തം ശിക്ഷ കിട്ടാവുന്ന കേസാണ് എക്സ്പ്ലോസീവ്സ് ആക്ട് പ്രകാരം വരുന്ന കേസ്. അപ്പം അങ്ങനെയുള്ള കേസുകൾ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് മുൻകൂട്ടി കാണണം. അതാണ് അതിന്റെ അതൊരു പ്രധാനപ്പെട്ട കാര്യം. ഈ മത്സരം വരുന്ന സമയത്ത് ഇതിൽ വന്ന ഒരു പ്രധാനപ്പെട്ട തെറ്റ് പറയരുത്. തൃശ്ശൂർ പൂരം തുടങ്ങിയെന്ന് അറിയിക്കുക. പൂരത്തിന്റെ ഏറ്റവും അവസാനത്തെ ചടങ്ങാണ് വെടിക്കെട്ട്. ദയവ് ഇത് തെറ്റിദ്ധരിപ്പിക്കരുത്. പൂരത്തിന്റെ കൊടി കയറി കഴിഞ്ഞാൽ അപ്പൊ അവിടെ വെടിക്കെട്ടില്ല. സാമ്പിൾ ആചാരപരമായ കാര്യങ്ങളെല്ലാം ലാസ്റ്റ് ആണ് വെടിക്കെട്ടുള്ളത്. അത് പുലർച്ചെ. ആ പുലർച്ചയ്ക്ക് സാറ് പറഞ്ഞ പോലെ ആ സമയത്ത് വെടിക്കെട്ട് പാടില്ല എന്ന് ഒരു സുപ്രീം കോടതി വിധി വന്നു. എന്തുകൊണ്ട്? നമ്മുടെ ക്രിസ്മസിനും വിഷുവിനും ദീപാവലിക്കും രാത്രി സമയങ്ങളിൽ വെടിക്കെട്ട് പൊട്ടിക്കുന്നു. ആ സമയത്ത് അതിന് എതിരെ തിരുവമ്പാടി ദേവസ്വവും പാറമേക്കാവ് ദേവസ്വം പിന്നെ ആറാട്ടുപുഴ ദേവസ്വവും സുപ്രീം കോടതിയിൽ കേസിന് പോയപ്പോൾ അത് വ്യക്തമായി അവിടെ പ്രതിപാദിച്ചു. നമ്മൾ സ്പെസിഫൈ ചെയ്ത സ്ഥലത്ത് കാലാനുസൃതമായി നടത്തി വരുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങൾക്കും ഉപയോഗിക്കുന്ന വെടിക്കെട്ടുകൾക്ക് ഇത് ബാധകമല്ല. പുലർച്ചെ പൊട്ടിക്കാം, ആ സമയത്ത് പൊട്ടിക്കാം. ഇതൊന്നും അറിയാണ്ട് ഞങ്ങളുടെ സുപ്രീം കോടതി എന്റെ കയ്യിലുണ്ടായ വിധിയുടെ പകർപ്പ് അത് തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അതായത് വെടിക്കെട്ടിന്റെ അവസാനമോ അപ്പൊ ആൾക്കാരെ അറിയിച്ച ആൾ വന്നിട്ട് എന്താ കാര്യം? ഈ സമയം മാറ്റിയത് അദ്ദേഹം ഇവര് കൊടുത്ത കേസുകളിലല്ല. MC മേത്ത വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയാം. MC മേത്ത എന്ന് പറഞ്ഞ പബ്ലിക് ലിറ്റിഗേറ്റർ കൊടുത്ത കേസിലാണ് ഈ അസമയങ്ങൾ ഈ വെടിക്കെട്ട് പാടില്ല, അല്ലെങ്കിൽ ശബ്ദം പാടില്ല, നോയ്സ് പൊല്യൂഷൻ പാടില്ല, എൻവയോൺമെന്റൽ വയലേഷൻ ആണ്, കിളികൾക്ക് ബുദ്ധിമുട്ടുണ്ട്, മൃഗങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്, ഈ കാര്യങ്ങൾ പറഞ്ഞ MC മേത്ത വേഴ്സസ് യൂണിയൻ ഓഫ് കേസിലാണ്. 1976 78 എൻ്റെ ഓർമ്മ. അതിനുശേഷമാണ് ഈ മാറ്റം വന്നത്. അതിനുശേഷം തന്നെയാണ് ഈ തിരുവമ്പാടിയും ഈ പാറമേക്കാവും തമ്മിൽ മത്സരാധിഷ്ഠിതമായിട്ട് ഇങ്ങനെ ഒരു ഇത് സംഭവം നടത്താനുള്ള തുടങ്ങിയത്. അതുകൊണ്ടുള്ള പ്രധാനപ്പെട്ട മാറ്റം വന്നത് സാറ് പറഞ്ഞ പ്രകാരം ചൈനീസ് പടക്കങ്ങളുടെ ഇമ്പോർട്ട് കൂടുതലായി. ഞങ്ങളാണ് കേമന്മാരെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടുതൽ കൊണ്ടുവന്നു. യഥാർത്ഥത്തിൽ ഞാൻ പറയും ഈ വെടിക്കെട്ട് ദുരന്തങ്ങൾക്ക് യഥാർത്ഥ കാര്യം സിസ്റ്റമിക് ഫെയിലർ ആണെന്ന് പറയുള്ളൂ. സിസ്റ്റത്തിന്റെ ഫെയിലർ ആണെന്ന് നമ്മൾ പറയുള്ളൂ. കാരണം നമുക്ക് ആവശ്യത്തിന് നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ പാലിക്കാത്തതാണ് പ്രശ്നം. നിയമങ്ങൾ പാലിച്ച് ഈ വെടിക്കെട്ട് നടത്തിയാൽ ഇവിടെ ഒരാൾ പോലും മരിക്കില്ല. ഒരു തൃശ്ശൂർ പൂരത്തിന് എല്ലാ നിയമവും പാലിച്ചുകൊണ്ട് എല്ലാ രേഖകളും എല്ലാ ഇൻസ്പെക്ഷനുകളും കഴിഞ്ഞതിന് ശേഷമാണ് തൃശ്ശൂർ പൂരത്തിന്റെ വെടിക്കെട്ടിന് തിരികൊളുത്താൻ സാധിക്കുള്ളൂ. അത് കളക്ടർ മുതൽ കമ്മീഷണർ മുതൽ പെസോന്റെ ആൾക്കാർ മുതൽ എല്ലാവരും വന്ന് ഓക്കെ എന്ന് പറഞ്ഞാൽ മാത്രമാണ് തൃശ്ശൂർ പൂരത്തിന് തിരികൊളുത്താൻ പാടുള്ളൂ. കർശനമാണ്. അതില് ഇങ്ങനെ ഞാനൊരു വലിയൊരു ഉദ്യോഗസ്ഥൻ ഇതേപോലെ ചാനലിൽ ഇരുന്ന് പറഞ്ഞു കേട്ടു. ഈ ആ സമയത്ത് ഇതിന് സുപ്രീം കോടതി വിധിയുണ്ട്. 2017 സുപ്രീം കോടതി വിധി തന്നിട്ടുണ്ട്. അതായത് ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് വർഷങ്ങളായി നടത്തി വരുന്ന ആചാരങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനൊന്നും ഈ സുപ്രീം കോടതി ഇറക്കിയ വിധി അത് വിഷുവിനും ദീപാവലിക്കും ഉപയോഗിക്കുന്നത് 10 മണിക്ക് ശേഷം ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് ആ വിധിയിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ആചാരപരമായി നടക്കുന്ന തൃശ്ശൂർ പൂരം പോലെയുള്ള ആറാട്ടുപുഴ പൂരം പോലെയുള്ള സ്ഥലങ്ങളിൽ ആ പർട്ടിക്കുലർ സ്ഥലത്ത് പർട്ടിക്കുലർ സമയത്ത് ഇതൊക്കെ ഒരു വളരെ ചിട്ടയായി ടേബിൾ ഉണ്ട്. ഇതിന് വളരെ 125 ഡെസിബലിൽ കൂടുതൽ ശബ്ദമുള്ള സ്ഫോടക വസ്തു ഉപയോഗിക്കാൻ പാടില്ല എന്നാണ്
സുപ്രീം കോടതിയുടെ മാനദണ്ഡം. അതൊക്കെ സുപ്രീം കോടതി മാറ്റം വരുത്തിയല്ലോ. എക്സ്ക്ലൂസീവ് പണ്ട് പൊട്ടുന്നതിലൊക്കെ മാറ്റം വരുത്തി. കാലാനുസൃതമായ മാറ്റങ്ങൾ കണക്കാക്കുന്നുള്ളത് കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. അവിടെ പൊട്ടുന്ന സാർ ഒരു മിനിറ്റ്, ഈ ഡെസിബിൾ എങ്ങനെ നമ്മൾ കണക്കാക്കുന്നുള്ളത് യഥാർത്ഥത്തിൽ ആ സ്ഫോടനവസ്തു നടത്തുന്ന ആ സ്ഥലത്തിന്റെ 4 മീറ്റർ ചുറ്റളവിൽ വരുന്ന ശബ്ദം എത്രയാണോ ആ ശബ്ദമാണ് 125 ഡെസിബിൾ ഒരു കാരണവശാലും കൂടാൻ പാടില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.